കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ജനനായകൻ എന്ന പദവിക്ക് ഏറ്റവും അനുയോജ്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണകളെ ചൊല്ലി കോൺഗ്രസിനുള്ളിലും സാംസ്കാരിക മേഖലയിലും വലിയൊരു രാഷ്ട്രീയ വിവാദം പുകയുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ യു.ഡി.എഫ് സർക്കാരിന്റെ കന്നി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അന്തരിച്ച ജനപ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ വലിയൊരു സ്മാരകമോ സാംസ്കാരിക കേന്ദ്രമോ പ്രഖ്യാപിക്കപ്പെടുമെന്ന് കോൺഗ്രസ് അണികളും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പൊതുജനങ്ങളും ഒരുപോലെ പ്രത്യാശിച്ചിരുന്നു. എന്നാൽ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ പൂർത്തിയായപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉചിതമായൊരു ഭൗതിക സ്മാരകം പോലും ഇടം പിടിക്കാതിരുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഉമ്മൻചാണ്ടി അനുഭാവികൾക്കിടയിലും കടുത്ത അമർഷത്തിനും അതൃപ്തിക്കും കാരണമായി. പല പ്രമുഖരുടെയും പേരിൽ കോടികൾ നീക്കിവെച്ച സ്മാരകങ്ങളും അക്കാദമികളും പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ സ്വന്തം പാർട്ടിയുടെ എക്കാലത്തെ വലിയ ജനകീയ മുഖമായിരുന്ന ഉമ്മൻചാണ്ടിയെ വേണ്ടതുപോലെ പരിഗണിച്ചില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ഇതോടെ ഈ വിഷയം വെറുമൊരു ബഡ്ജറ്റ് ചർച്ച എന്നതിനപ്പുറം വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖരെ ആദരിക്കുകയും അവർക്കായി സ്മാരകങ്ങളും അക്കാദമികളും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ബഡ്ജറ്റിൽ ഇടം പിടിച്ച പ്രധാന സാംസ്കാരിക രാഷ്ട്രീയ സ്മാരക പ്രഖ്യാപനങ്ങൾ ഇവയാണ്. കേരള രാഷ്ട്രീയത്തിലെ ധീരവനിതയായിരുന്ന ഗൗരിയമ്മയുടെ സ്മരണയ്ക്കായി പ്രത്യേക പദ്ധതി. മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ മുൻനിർത്തി നടൻ സലീം കുമാറിന്റെ പേരിൽ സാംസ്കാരിക സ്ഥാപനം. അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ മ്യൂസിക് അക്കാദമി. വരരേഖകളിലെ കുലപതിയായിരുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ഒരു വലിയ സാംസ്കാരിക കേന്ദ്രം. ഇത്രയുമധികം സാംസ്കാരിക നായകന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും ഉൾപ്പെടുത്തിയ ബഡ്ജറ്റിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു സ്മാരക കെട്ടിടമോ റിസർച്ച് സെന്ററോ പ്രഖ്യാപിച്ചില്ല എന്നതാണ് വിവാദങ്ങൾക്ക് ആധാരം. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഇൻഷുറൻസ് പദ്ധതി തന്നെ മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണെന്നും അതിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയെന്ന് വരുത്തി തീർത്ത് സർക്കാർ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നത്. ഒരു ജനനായകന് നൽകേണ്ട കൃത്യമായ ആദരവ് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അണികളുടെ പരാതിയും. വിഷയം വൻ വിവാദമായ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം.എൽ.എയുമായ ചാണ്ടിയുമ്മന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു. പാർട്ടി ഭരിക്കുമ്പോൾ സ്വന്തം പിതാവിന് സ്മാരകം ലഭിക്കാത്തതിലുള്ള അതൃപ്തി പൂർണ്ണമായും പ്രകടിപ്പിക്കാതെയും എന്നാൽ ജനങ്ങളുടെ വികാരം തള്ളിക്കളയാതെയുമാണ് ചാണ്ടിയുമ്മൻ സംസാരിച്ചത്. സർക്കാരിന്റെ ബഡ്ജറ്റ് തീരുമാനങ്ങളെക്കുറിച്ച് എനിക്ക് മുൻകൂട്ടി വ്യക്തമായ വിവരമില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയെ ജീവതുല്യം സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അദ്ദേഹത്തിനായി വലിയ സ്മാരകങ്ങൾ ഉണ്ടാകണമെന്ന ആഗ്രഹം ഉണ്ടാവുക തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ സർക്കാർ സ്മാരകം പ്രഖ്യാപിച്ചില്ലെങ്കിലും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താൻ അനുയോജ്യമായ ഒരു ജീവിക്കുന്ന സ്മാരകം ഞങ്ങൾ നിർമ്മിക്കുക തന്നെ ചെയ്യും. പാവപ്പെട്ടവരെ സഹായിക്കുന്ന തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളാകും അതിലൂടെ ലക്ഷ്യമിടുന്നത്, ചാണ്ടിയുമ്മൻ തുറന്നു പറഞ്ഞു. അതേസമയം കോൺഗ്രസിലെ മുതിർന്ന നേതാവും നിലവിലെ സ്പീക്കറുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ ശുഭപ്രതീക്ഷയാണ് പങ്കുവച്ചത്. ഉമ്മൻചാണ്ടിക്ക് അർഹമായ രീതിയിൽ സ്മാരകം പണിയുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വരും ദിവസങ്ങളിൽ ആവശ്യമായ പരിശോധനകൾ നടത്തുമെന്നും ആവശ്യമായ ഭേദഗതികൾ വരുത്തുമെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. ബഡ്ജറ്റിൽ ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പ്രഖ്യാപിക്കാത്തത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളുടെയും ഗ്രൂപ്പിസത്തിൻ്റെയും ഭാഗമാണെന്ന തരത്തിൽ ശക്തമായ രാഷ്ട്രീയ വിമർശനവുമായി CPIM-ഉം രംഗത്തെത്തി. കോൺഗ്രസ് സ്വന്തം നേതാക്കളെ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും അവഗണിക്കുന്ന പാർട്ടിയാണെന്ന് CPIM പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് P. വർഗീസ് കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടിയുടെ സ്മരണകളെ കോൺഗ്രസ് രാഷ്ട്രീയമായി വോട്ട് ബാങ്കിനായി മാത്രം ഉപയോഗിക്കുകയാണെന്നും എന്നാൽ അദ്ദേഹത്തിന് അർഹമായ ആദരവ് നൽകിയത് മുൻപത്തെ LDF സർക്കാർ ആണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനായി അദ്ദേഹം ചില പ്രധാന വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പുതുപ്പള്ളിയിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ വേണമെന്നത് ഉമ്മൻചാണ്ടിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് ഉമ്മൻചാണ്ടി മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പേരിടാൻ അന്നത്തെ LDF ഭരണസമിതിയാണ് ഔദ്യോഗികമായി തീരുമാനിച്ചത്. അതിനുള്ള അപേക്ഷ ലഭിച്ച ഉടൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ട് 50 ലക്ഷം രൂപ അനുവദിക്കുകയുമുണ്ടായി. കൂടാതെ ഗ്രാമപഞ്ചായത്ത് 75 ലക്ഷം രൂപയും ഇതിനായി വകയിരുത്തി.
അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയാകാറായിട്ടുണ്ട്. പുതുപ്പള്ളിയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചൊരു പ്രധാന റോഡിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയതും മുൻപത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്വന്തം പാർട്ടി അധികാരത്തിലിരുന്നിട്ട് പോലും ബഡ്ജറ്റിൽ ഉമ്മൻചാണ്ടിയെ അവഗണിച്ചവർ ഇപ്പോൾ വലിയ ജനകീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യമാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന ആരോപണം. ഉമ്മൻചാണ്ടി എന്ന നേതാവ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹി എന്നതിനേക്കാൾ കേരളത്തിലെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് കോൺഗ്രസ് അണികളുടെ വികാരമായിരുന്നു. പുതുപ്പള്ളിയിൽ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായി ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ KR ഗൗരിയമ്മയ്ക്കും സലീംകുമാറിനും വരെ സ്മാരകങ്ങൾ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ ഉമ്മൻചാണ്ടിക്ക് മാത്രമായി ഒരു സാംസ്കാരിക ഗവേഷണ കേന്ദ്രമോ സ്മൃതി മണ്ഡപമോ പ്രഖ്യാപിക്കാത്തത് അണികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സോഷ്യൽ മീഡിയയിലും മറ്റ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അണികൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ്റെ കന്നി ബഡ്ജറ്റിൽ ഉമ്മൻചാണ്ടിയുടെ പേര് സ്മാരകങ്ങളുടെ പട്ടികയിൽ നിന്നും വിട്ടുപോയത് UDFനുള്ളിൽ വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിലും പുറത്തും വലിയ രീതിയിൽ ഉന്നയിക്കുമെന്നതും ഉറപ്പാണ്. കോൺഗ്രസ് നേതൃത്വം ഈ വിവാദത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതും കണ്ടറിയണം. ബഡ്ജറ്റ് ചർച്ചകളുടെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉമ്മൻചാണ്ടിക്കായി പുതിയ പ്രഖ്യാപനങ്ങളോ ഫണ്ടോ അനുവദിച്ച് ഈ വിവാദം തണുപ്പിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടിയെ പോലൊരു സമുന്നതനായ ജനനേതാവിനെ വിസ്മരിച്ചുകൊണ്ട് കോൺഗ്രസിന് കേരളത്തിൽ മുന്നോട്ടു പോവുക അത്ര എളുപ്പമായിരിക്കില്ല.